മലബാറിലെ ഗ്രാമങ്ങളിൽ ആരംഭിച്ച ഒരു വ്യായാമ പരിശീലന കൂട്ടായ്മ ഇന്ന് രാഷ്ട്രീയ കേരളത്തിലെ ചൂടുള്ള ചർച്ചാ വിഷയമാണ്. CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും സമസ്തയുടെ നേതാക്കളുമെല്ലാം ഈ വ്യായാമ പരിശീലന കൂട്ടായ്മക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മാധ്യമങ്ങളിൽ ഇത് ചർച്ചാ വിഷയമാകുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വരെ ഈ വ്യായാമത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വടക്കൻ ജില്ലകളിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ വിഭാഗത്തിനിടയിൽ വലിയ പ്രചാരം നേടിയ MEG7 എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വിഷയമായത്? എന്താണ് ഈ MEG7? ആരാണ് ഇതിന് പിന്നിൽ? വിശദമായി പരിശോധിക്കാം. വിമുക്ത ഭടനും കൊണ്ടോട്ടി സ്വദേശിയുമായ P. സലാഹുദ്ദീനാണ് MEG7 എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ഒരു ജനതയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നായിരുന്നു പ്രഖ്യാപനം. 2012 ജൂലൈയിൽ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്തിലായിരുന്നു ആദ്യ പരിശീലനം. 10 വർഷത്തിന് ശേഷം രണ്ടാമത്തെ വ്യായാമ കേന്ദ്രം തുടങ്ങിയ MEG7 നിലവിൽ 1000-ലധികം കേന്ദ്രങ്ങളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക കേന്ദ്രങ്ങളും ഇവർക്കുണ്ട്. പല പ്രായത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ ഒരുപോലെ വസ്ത്രം ധരിച്ചെത്തി വ്യായാമ മുറകൾ ചെയ്യുന്ന ഈ കൂട്ടായ്മ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മികച്ച വഴി എന്ന നിലയിലാണ് പ്രചാരം നേടിയത്. മൾട്ടി എക്സസൈസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യായാമങ്ങളുടെ കോമ്പിനേഷനാണ് MEG7ന്റെ രീതി. 21 മിനിറ്റ് കൊണ്ട് 7 വിഭാഗങ്ങളിലുള്ള 21 തരം വ്യായാമ മുറകൾ ചെയ്യുക. യോഗ, എയറോബിക്സ്, ഫിസിയോതെറാപ്പി, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ് ബ്രീത്തിങ് എന്നിവയാണ് ആ 7 കാറ്റഗറികൾ. ഏത് പ്രായത്തിലുള്ളവർക്കും ലളിതമായി ചെയ്യാമെന്നതാണ് MEG7 വ്യായാമങ്ങളുടെ പ്രത്യേകത. ആളുകൾക്കിടയിൽ വളരെ വേഗം പ്രചാരം ലഭിക്കാൻ കൂടി ഇത് കാരണമായി. MEG7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും പോപ്പുലർ ഫ്രണ്ടാണെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായതോടെയാണ് ഈ വ്യായാമ കൂട്ടായ്മ വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. വ്യായാമ കൂട്ടായ്മ മാത്രമെങ്കിൽ എന്തിനാണ് മതപരമായ കാര്യങ്ങൾ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്നതെന്ന ചോദ്യവുമായി കഴിഞ്ഞ ദിവസം കാന്തപുരം സമസ്ത വിഭാഗം രംഗത്തെത്തിയതോടെ MEG7നെ കുറിച്ച് ചോദ്യങ്ങളും ഉയർന്നു. നവംബറിൽ CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ MEG7നുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും ഇതോടെ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സഹായത്തോടെ ജമാഅത്തെ ഇസ്ലാമി പലയിടത്തും കായികാഭ്യാസം സംഘടിപ്പിക്കുന്നുണ്ടെന്നായിരുന്നു P. മോഹനൻ പറഞ്ഞത്. വ്യായാമ കൂട്ടായ്മ എന്ന പേര് ഒരു തരത്തിൽ മറ മാത്രമാണെന്നും MEG7 വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്ന് വ്യക്തമായതായും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങൾ മറ്റൊരു തരത്തിൽ കാന്തപുരം വിഭാഗം കൂടി ഏറ്റെടുത്തതോടെ MEG7 സംശയ നിഴലിലായി. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ നേതാക്കൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകാൻ ഉപയോഗിക്കുന്ന ടൂളാണ് MEG7 എന്നാണ് ഒരു ആരോപണം. MEG7 പിന്നിൽ ചതിയാണെന്നും വിശ്വാസികൾ പെട്ടുപോകരുതെന്നുമാണ് കാന്തപുരം വിഭാഗം സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രതികരിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ NDF കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും MEG7 സമാനമായ രീതിയാണ് ഉപയോഗിച്ചതെന്ന് AYS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപണം ഉന്നയിച്ചു. മുൻപ് NDF കേരളത്തിൽ വന്നത് യുവാക്കളെ കളരി അഭ്യസിച്ചാണെന്നും മുഹമ്മദ് അലി കിനാലൂർ ചൂണ്ടിക്കാട്ടി. MEG7നെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനെത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായും നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായും ബന്ധമുള്ളവരാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കൂട്ടായ്മ സംബന്ധിച്ച കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് MEG7 അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. സദുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് MEG7 എന്നാണ് കൂട്ടായ്മയുടെ അംബാസിഡർ ബാവാറക്കൽ പറഞ്ഞത്. വ്യായാമം സൗജന്യമായി നൽകുന്നതും വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ സഹായിക്കുന്നതുമാണ് വേഗത്തിൽ പ്രചാരം ലഭിക്കാൻ കാരണമെന്നാണ് വിശദീകരണം. സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും പോലീസുകാരും ഉൾപ്പെടെ ഭാഗമായ കൂട്ടായ്മ തുറസായ സ്ഥലത്ത് നടത്തുന്ന പരിശീലനം തികച്ചും സുതാര്യമാണ്. എല്ലാ മതവിഭാഗത്തിലുള്ളവരും 15ഓളം MLA-മാരും MEG7ന്റെ ഭാഗമായുണ്ട്. മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ പ്രായമായവരെ ഉൾപ്പെടെ കൂട്ടായ്മയുടെ ഭാഗമാക്കുമോ എന്നും MEG7 ഭാരവാഹികൾ ചോദിക്കുന്നു. ആരോപണം ഉന്നയിച്ചവർക്ക് തൃപ്തികരമായ മറുപടി നൽകിയതായും ഇവർ പറയുന്നുണ്ട്. MEG7നുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യായാമ പരിശീലന കൂട്ടായ്മ മലബാർ രാഷ്ട്രീയത്തിൽ എന്തുതരം വഴിത്തിരിവുകൾ ഉണ്ടാക്കുമെന്നതും MEG7ന്റെ ഭാവി എന്തായിരിക്കുമെന്നതും കാത്തിരുന്നു കാണാം.